ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീടുകളിൽ AC, റെഫ്രിജറേറ്റർ, ഫാൻ, ഇൻഡക്ഷൻ സ്റ്റൗ, വാഷിംഗ് മെഷീൻ അങ്ങനെ പലതരം വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും 2 മാസം കൂടുമ്പോൾ ഒരു വലിയ ബിൽ വരാറുമുണ്ട്. ഈ ബിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അതായത് ഏത് തരം ഉപകരണം ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ബിൽ വരുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ഉപകരണം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്നും എത്ര രൂപ ചിലവാകുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കറണ്ട് ബിൽ വളരെ അധികം കുറയ്ക്കാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും നമ്മുടെ കറണ്ട് ബില്ലിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ബിൽ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റിന് ഇത്ര പൈസ, 2 യൂണിറ്റിന് ഇത്ര പൈസ, ഇന്നിങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂണിറ്റിന് 3.15 പൈസയാണ് ചാർജ്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടുപകരണങ്ങൾ എത്ര കറണ്ട് ബില്ലിനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂണിറ്റിനെ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ ഓരോ ഉപകരണത്തിൻ്റെയും മുകളിൽ ഇത്ര വാട്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. അതായത് വാട്ട്, WATTS, വാട്ട്സ്. ഒരു ബൾബിൻ്റെ മുകളിൽ 40 വോട്ട് ബൾബ് അല്ലെങ്കിൽ 100 വോട്ട് ബൾബ്, അല്ലെങ്കിൽ ഒരു TV, സാധാരണ ഒരു TV ആണെങ്കിൽ 100 വാട്ടാണ്, ഒരു LED TV ആണെങ്കിൽ 40 വാട്ടാണ്. അങ്ങനെ പല പല വാട്ടുകളിലും ആണ് ഓരോ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു വാട്ട് ഇൻറ്റു അവേഴ്സ്. അവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര മണിക്കൂർ ആ ഉപകരണം പ്രവർത്തിപ്പിക്കുന്നു. ഇപ്പോൾ 5 മണിക്കൂറാണെങ്കിൽ, ഒരു ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം ഇട്ട് വയ്ക്കും. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്, ഡിവൈഡഡ് ബൈ 1000. ഇനി നമുക്ക് ഇതിന് എത്ര രൂപ ചിലവാകും എന്ന് കണക്കാക്കാൻ വേണ്ടി ഈ കിട്ടിയ എനർജി ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കോസ്റ്റ് 3.15 ആണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ ബില്ലിൽ ആ എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ, അതായത് 60 ദിവസത്തിലാണ് അല്ലെങ്കിൽ 2 മാസത്തിലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത്. അപ്പോൾ ഈ കിട്ടിയ കോസ്റ്റ്, ഈ മുകളിൽ കിട്ടിയ കോസ്റ്റ് ഇൻറ്റു 60 എന്നുള്ള നിലയ്ക്കാണ് ആ എമൗണ്ട്, ആ കോസ്റ്റ് നമുക്ക് ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് ഓരോ ഉപകരണങ്ങളും, സാധാരണയായി വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും ചെക്ക് ചെയ്യാം. ആദ്യമായി വാട്ടർ പമ്പ് ഓർ മോട്ടോർ പമ്പ്. സാധാരണഗതിയിൽ ഇതിന് 750 വാട്ടാണ് എനർജി. അപ്പോൾ നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ച് 750 ഇൻറ്റു, ഇപ്പോൾ നമ്മൾ 1 അവറാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് എനർജി കണ്ടുപിടിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 750 ഇൻറ്റു 1/1000. ഇനി ടൈം ടേക്കൺ ടു കൺസ്യൂം 1 യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് എനർജി ഇത് ചെലവാക്കാൻ ഈ മോട്ടോർ പമ്പ് എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 അവർ. അപ്രോക്സിമേറ്റ്ലി 1 അവർ ഈ മോട്ടോർ പമ്പ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഒരു യൂണിറ്റ് ചിലവാകും. ഒരു യൂണിറ്റിന് 3.15 റുപ്പീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയാണ് ഒരു മണിക്കൂർ ഈ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ചിലവാകുന്ന കാശ്. സെക്കൻഡ് വൺ, ട്യൂബ് ലൈറ്റ്. നമ്മുടെ വീടുകളിൽ ഏകദേശം എല്ലാവരുടെയും വീടുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ട്യൂബ് ലൈറ്റ്. ഇതിന് 40 വാട്ടാണ്. അപ്പോൾ അതിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 1/1000. ഇനി ഒരു യൂണിറ്റ് ഇത് എടുക്കണമെങ്കിൽ ഇതിന് അപ്രോക്സിമേറ്റ്ലി 25 അവേഴ്സ്, 25 മണിക്കൂർ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടാലാണ് നമുക്ക് ഒരു യൂണിറ്റ് എനർജി ആവുന്നത്. ഇനി ഒരു 0 വാട്ടിൻ്റെ ബൾബ്. 0 വാട്ടിൻ്റെ ബൾബ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏകദേശം ഒരു 15 വാട്ട് ഉണ്ടാകും. ഈ 15 വാട്ട് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇതിന് 66 അവേഴ്സ് വർക്ക് ചെയ്യിക്കണം. അതായത് ഇതിന് വളരെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കുണ്ടാക്കുന്നതിൽ ഒരു ചെറിയ പോർഷൻ ഉള്ളൂ. അതായത് 66 അവേഴ്സ് ഈ 0 വാട്ട് ബൾബ് ഇട്ടാലേ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ആവുള്ളൂ. അതായത് 3.15 റുപ്പീസ്
നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കൂടുന്നുള്ളൂ. അടുത്തത് ടെലിവിഷൻ. നമ്മുടെ വീട്ടിലെ ഏകദേശം എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ. ഈ ടെലിവിഷന് 100 വാട്ടാണ് എനർജി എന്ന് വിചാരിക്കുക. ഇത് വേരി ചെയ്യും ഓരോ ടൈപ്പ് പുതിയ ടെലിവിഷൻ വരുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. ദെൻ ഇത് 1 യൂണിറ്റ് ചിലവാക്കണമെങ്കിൽ ഇതിന് 10 hours വർക്ക് ചെയ്യിച്ചാൽ 1 യൂണിറ്റ് എനർജി ഇലക്ട്രിസിറ്റി ചിലവാകും. കണ്ടുപിടിക്കുന്നത് മറ്റൊന്നും ഉപയോഗിച്ചല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ്. എനർജി ഈസ് ഈക്വൽ ടു 100 × 1/1000. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് എത്ര ടൈം എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ 1/this എനർജി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യാൻ വേണ്ടി എത്ര അവേഴ്സ് എടുക്കുമെന്ന് കിട്ടും. അതായത് 1/എനർജി. നെക്സ്റ്റ് വൺ LED ടെലിവിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ടെലിവിഷനും വേറെ വാട്ട്സ് ആണ് വേണ്ടത്. ഈ LED ടെലിവിഷന് കുറവ് വാട്ട്സ് മതി, അതായത് 40 വാട്ട്സ് മതി. സാധാരണ ടെലിവിഷന് 100 വാട്ട്സും. അപ്പോൾ ടൈം ടേക്കൺ ടു കൺസ്യൂം 1 യൂണിറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 33 hours. അതായത് സാധാരണ ഒരു TV അപ്രോക്സിമേറ്റ്ലി 10 hours വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമെങ്കിൽ ഒരു LED TV 33 hours വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ മിക്സി. എല്ലാവരുടെ വീട്ടിലും ഏകദേശം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതിന് അപ്രോക്സിമേറ്റ്ലി 500 watt ആണ്. അപ്പോൾ ടൈം ടേക്കൺ ടു കൺസ്യൂം 1 യൂണിറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 hours. 2 അവർ ഒരു മിക്സി പ്രവർത്തിച്ചാൽ നമുക്ക് 1 യൂണിറ്റ് ചിലവാകും. നെക്സ്റ്റ് വൺ ഫാൻ. ഈ ചൂടുകാലത്തെ ഏറ്റവും ഉപകാരപ്രദമുള്ള ഒരു അപ്ലയൻസ് ആണ് ഫാൻ. ഇത് നമ്മൾ പോകുന്ന ഓരോ റൂമിലും ഇട്ട് വയ്ക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉള്ളൊരു പണി. അപ്പോൾ നമുക്ക് ഇത് എത്ര എനർജി ചിലവാക്കും, അല്ലെങ്കിൽ എത്ര രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്നും എടുക്കുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഫാൻ ഏകദേശം 45 watt ആണുള്ളത്. അപ്പോൾ 1 യൂണിറ്റ് ചിലവാവാൻ ഇതിന് 24 hours എടുക്കും. നെക്സ്റ്റ് വൺ റെഫ്രിജറേറ്റർ ഓർ ഫ്രിഡ്ജ്. ഇത് ഏകദേശം 100 to 280 watt ഉണ്ടാവും. അപ്പോൾ 1 യൂണിറ്റ് ചിലവാക്കാൻ ഇത് 10 മണിക്കൂർ എടുക്കും. 10 മണിക്കൂർ കൊണ്ടാണ് ഇത് 1 യൂണിറ്റ് ചിലവാകുന്നത്. നമ്മൾ ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഈ ഫ്രിഡ്ജ് എപ്പോഴും ഓൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പോൾ ഇത് 10 hours 1 യൂണിറ്റ് ചിലവാക്കും. അപ്പോൾ ഒരു 60, അതായത് ഒരു ബില്ല് 60 ദിവസത്തിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 60 ദിവസം ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ഓൺ ആയി കിടക്കുക, ഒരു ദിവസത്തിൽ 24 മണിക്കൂറും. അപ്പോൾ ഇതിൽ നമുക്ക് ബില്ലിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് നമുക്ക് ഇതിൽ തന്നെയാണ് മിസ്സാവുന്നത്. എല്ലാവരും മടിയന്മാരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ എല്ലാവരും യന്ത്രങ്ങൾ മാത്രമേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് അപ്ലയൻസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ എത്ര രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു നോക്കാം. ഏകദേശം ഒരു 400 to 1300 watt ആണ് ഈ വാഷിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 500 ആണ് ഇതിൻ്റെ വാട്ട് എന്ന് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 hours വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് നമ്മുടെ ചിലവാകും. നെക്സ്റ്റ് വൺ ഇൻഡക്ഷൻ സ്റ്റവ്. ഇൻഡക്ഷൻ സ്റ്റവ് ഏകദേശം 1800 തൊട്ട് 2000 watt വരെയാണ് ഉള്ളത്. അപ്പോൾ ഇത് 30 മിനിറ്റ് വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് നമ്മുടെ കൺസ്യൂം ചെയ്യും. ഏറ്റവും എളുപ്പത്തിൽ കുക്കാവുന്നതുകൊണ്ട് മാക്സിമം ആൾക്കാരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ പറ്റിയുള്ള കറണ്ട് ചിലവിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. 30 മിനിറ്റ് യൂസ് ചെയ്താൽ ഇത് 1 യൂണിറ്റ് നമുക്ക് ചിലവാക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ പരമാവധി ഇതിൻ്റെ യൂസേജ് കുറയ്ക്കുന്നതാണ് നല്ലത്. ദെൻ ഫോൺ ചാർജർ. ഇപ്പോൾ ഒട്ടുമിക്ക ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫോൺ ചാർജർ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഒരു 2 watt to 6 watt ആണ് ഈ ഫോൺ ചാർജറിൻ്റെ വാട്ട്. അപ്പോൾ ഇത് 166 hours നമ്മൾ യൂസ് ചെയ്താലാണ് നമ്മുടെ 1 യൂണിറ്റ് ചിലവാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ കുറച്ച് എനർജി മാത്രമേ നമ്മുടെ എടുക്കുന്നുള്ളൂ എന്നർത്ഥം. നെക്സ്റ്റ് വൺ ഹീറ്റർ. ഹീറ്ററും ഇലക്ട്രിസിറ്റി കാർന്ന് തിന്നുന്നൊരു സാധനമാണ്. ഹീറ്റർ ഏകദേശം 1500 watts ആണുള്ളത്. ഇത് 30 മിനിറ്റ് വർക്ക് ചെയ്താൽ നമ്മുടെ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇതും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ വളരെ വലിയ ഒരു പാർട്ട് ഇതാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എയർ കണ്ടീഷണർ.
ഇത് ഏകദേശം 3000 വാട്ട് ടു 5000 വാട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് 12 മിനിറ്റ് വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്തെന്നർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനർജി നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ഈ എയർ കണ്ടീഷണറാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യും. കുറേ ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രില്ലിംഗ് മെഷീൻ എത്ര എനർജി കൺസ്യൂം ചെയ്ത് നോക്കാം. ഏകദേശം 2100 വാട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് 28 മിനിറ്റ്, ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ ആണ് ഞാൻ പറയുന്നത്, 28 മിനിറ്റ് ഇത് വർക്ക് ചെയ്താൽ നമ്മുടെ 1 യൂണിറ്റ് ചിലവാകും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൽ വെച്ച് നമ്മുടെ വീട്ടിലെ കറണ്ട് തീനികൾ എന്ന് KSEB തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇൻഡക്ഷൻ കുക്കർ ഓർ ഇൻഡക്ഷൻ സ്റ്റൗ, മൈക്രോവേവ് ഓവൻ, AC, ഹീറ്റർ ആൻഡ് റെഫ്രിജറേറ്റർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ഇത്തിരി കുറച്ചാൽ നമുക്ക് കറണ്ട് ബില്ലിലെ വലിയ ഒരു എമൗണ്ടിനെ ചെറിയൊരു എമൗണ്ടാക്കി മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും സംശയങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.